അതെയാ എല്ലാം കണ്ട് വീട്ടിലേക്ക് എത്തി. അടിപൊളി അടിപൊളി. മണിക്കൂട്ടിനെ പഠിപ്പിച്ചത് കേട്ടാ ഈ ഡാൻസ്. മേതുട്ടിക്ക് രണ്ടാളും കൂടി കളിക്കുന്നത്. വാ വാവ് അടിപൊളി 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 അടിപൊളി. അപ്പം 10 മണിയാവാനായേ. അപ്പൊ എടിയാന്ന് എല്ലാരും ഒരുങ്ങി നല്ലതാ. പറഞ്ഞതാ ഏത് സിനിമ? സർവമായ അല്ലേ? നമ്മൾ നമ്മ ഇതിനു മുന്നേ ഒരു കാണാൻ പോയത് ബബ്ബയാണ്. അതൊരു ഒരാഴ്ച മുന്നേ. അതിന്റെ അഭിപ്രായം നമ്മൾ നേരെ അമ്മയോട് ചോദിക്കുന്നതാണ്. അപ്പൊ അമ്മയുണ്ടായിരുന്നു എന്നമ്മേ അല്ലേ? അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അന്നറിയില്ല ഒരു. അപ്പൊ ഇന്ന് നമ്മള് സർവമായാന്നില്ലേ ഒരു സിനിമ. അപ്പൊ നമ്മൾ ഇപ്പൊ ബുക്ക് ചെയ്തിന് രാത്രിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയ അങ്ങനെ സിനിമക്കൊന്നും അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറയില്ല. ആഗ്രഹം എന്തുകൊണ്ടാന്നറിയാം, ഞാൻ നിവിൻ പോളിന്റെ വലിയൊരു ഫാനാണ്. മുന്നേ ഫാൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിവിൻ പോളി ഇടക്ക് പിന്നെ അങ്ങനെ സിനിമയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിവിൻ പോളിനെ എനിക്ക് ഇഷ്ടമാണ്, ബേസിലിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിവിൻ പോളിന്റെ അജു വർഗീസിന്റെ ആ ഒരു കോംബോ ഇഷ്ടമാണ്. അപ്പൊ അതാകുമ്പോ എനിക്ക് കാണണമെന്ന് തോന്നി. മറ്റേ രണ്ട് സിനിമക്ക് പോകുന്നതാണ് ഞാൻ പറയാ, അയ്യോ വേണ്ട, ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒരുങ്ങും. ഇന്ന് പ്രിയ ഒന്നും മിണ്ടുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറയുന്നത് അല്ലേ മണിക്കൂട്ടാ? അല്ല, അത് ബുക്ക് ചെയ്യട്ടെ എന്ന് പറയേണ്ട താമസം. സാധാരണ നമ്മൾ 7:30 ബുക്ക് ചെയ്യും. വെറൈറ്റി പിടിച്ചതൊന്നല്ല. 7:30 സീറ്റ് ഉണ്ടായിട്ടാ. ഫസ്റ്റ് നമ്മള് പെൻഡിങ്ങിലായതാണ്. എന്നാ 10 പോണ്ടെന്നുള്ളൊരു ഈല് വന്നെയാണ്. അപ്പത്തേക്ക് 10:30 അടുപ്പിച്ച് 4 സീറ്റേ ഉള്ളൂ. അന്നേരം ബുക്ക് ചെയ്തു. സാധാരണ 7:30 എന്താ ചെയ്യല്ലേ? അപ്പൊ ഇന്ന് ഒന്നും കിട്ടുന്നില്ല. പിന്നെ മറ്റേ 7:30 കിട്ടിയില്ലേ ഞാൻ പറയും വേണ്ട പോണ്ട, നമുക്ക് സിനിമ വേണ്ടെന്ന്. ആദ്യമായിട്ട് 10:30 ആദ്യമായിട്ടല്ലേ, ഇതിന് മുന്നേ നമ്മൾ അത് എത്രയോ എനിക്കൊന്ന് 3-4 വർഷം മുന്നേ. അതൊന്ന് 3-4 വർഷം മുന്നേ ഒന്നല്ല. അതെ അത്രയായി. പിന്നെ നമ്മള് 10:30 ഒരു സിനിമക്ക് വരും. അപ്പൊ ഒന്നാമത് എനിക്ക് വെക്കേഷനും അല്ലേ, അതുകൊണ്ട് 10:30 ആകുമ്പോ പിന്നെ നമുക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാ, ഞാൻ വിചാരിച്ച അമ്മയൊന്നും വരൂല. അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അമ്മക്കും അംഗൻവാടിയിൽ എണീച്ച് പോകേണ്ടിയാന്ന്. അപ്പൊ നമ്മള് പോകുന്നത് പയ്യന്നൂരാണേ. പയ്യന്നൂര്. അപ്പം പോയിട്ട് വരാം. അതാ മേതു എന്തെല്ലോ വിളിക്കുന്നുണ്ട്. ഒച്ചയാക്കി ഇത് കാണിച്ചു തരൂ. കൈ കൊണ്ടാക്കി എന്നെ കാണിച്ചു തന്നോളൂ. ഓ മൈ ഗോഡ്, ഇങ്ങനെയാണോ നീ ആക്കിയത്? എങ്ങനെ സംഭവിച്ചു അത്? ആ ആ ഇത് മേതുട്ടി അടിപൊളി. കണ്ടോ മേതുട്ടി, നീ മണിക്കൂട്ടം കുറെ പഠിക്കാനുണ്ട് കേട്ടാ മേതുട്ടിന്ന്. ട്രോഫി ആയിക്കോട്ടെ, അവള് നല്ല ഇതാണ് മേതുട്ടി. അപ്പം നമ്മള് 10:30 ടിക്കറ്റാണ്. അപ്പം നമ്മള് ഈ സർവമായ അല്ലേ? അപ്പോൾ പടം കാണാൻ പോകണം. അപ്പൊ അത് കണ്ടിട്ട് അതിന് അഭിപ്രായം ഉണ്ട്. മണിക്കുട്ടന് ധൃതിയായിട്ടാ. മേതുട്ടി പോവാന്നല്ലോ നമുക്ക്. ഞാനൊരു ടീഷർട്ട് എല്ലാം എടുത്തിട്ടുണ്ടേ മണിക്കൂട്ടന്റെ. അതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് മേതൂട്ടി ഒരു സ്വസ്ഥത ഇല്ല. തണുക്കുന്നു ഇങ്ങനെ പിടിക്കുമ്പോ ആടെ തണുക്കുന്നു ഇവിടെ തണുക്കുന്നു തന്നെ മതി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഏതായാലും ഒരു ടീഷർട്ട്. ഓ എന്തായാലും പറയുന്നു ഇപ്പൊ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിനി പോവാമേ. എന്നാല് നമുക്ക് നടന്നോളൂ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതേ ഇല്ലു. പിന്നെ നിങ്ങളെ സമയാവലായിന്നില്ലത്. അത് അരമണിക്കൂർ മുമ്പ് ബുക്ക് മൈ ഷോയിലാണ് ബുക്ക് ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് അരമണിക്കൂർ മുന്നേ അവര് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കും തോന്നുന്നു.
കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്നേ ബ്ലോക്ക് ചെയ്യാം. എന്റെ പൊന്നെ വൈകിട്ട് എത്തുകയും ചെയ്തത്. പക്ഷെ അതെന്തായാലും നന്നായി തോന്നിപ്പോയി നമുക്കല്ലേ. അരമണിക്കൂർ നമ്മൾ ലേറ്റ് ആയിട്ട് ബ്ലോക്കിൽ എത്തുന്നു. അതെ, ബ്ലോക്കിൽ ഇവിടെല്ലാം ബ്ലോക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മളൊരു ആ ടൈം കണക്കായിട്ട് ഇറങ്ങുകയും ചെയ്തിന്. പക്ഷെ ഞാൻ പറഞ്ഞു ഈ 10:30 ബുക്ക് ചെയ്യുമ്പോ മേതൂട്ടി ഉറങ്ങൂലേന്ന്. 7 മണിക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് മേതൂട്ടി നല്ല ഉറക്കം ഉണ്ടാവില്ലേ. ഇന്നിപ്പോ 10:30 ആയിട്ട് ബുക്ക് ചെയ്യുമ്പോ ഒരാള് നോക്കിയേ ഒരു ഉറക്കൂല്ല. പോപ്കോൺ കിട്ടുന്ന വെച്ചിട്ടാണോ ഇങ്ങനെ നിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റ് എന്താ പറയാ, നമ്മളിന്ന് പിന്നെ തിയേറ്ററിന്ന് പോപ്കോൺ മേടിക്കൂലെന്ന് പറഞ്ഞിട്ട് മറ്റേ 10 രൂപേന്റെ ഒരു പോപ്കോണിന്റെ പോപ്കോൺ ആക്കി. അത് വൈകുന്നേരം ആക്കീനെ. അത് നമ്മ പാക്കറ്റിലിട്ടിട്ട് നമ്മൾ പാക്കറ്റിലിട്ടിട്ട് വെച്ചുവാടാ. അത് ഓരോരാള് കൈയിട്ട് എടുക്കുമ്പോ ഇപ്പൊ സാധനമില്ല. അത് കിട്ടിയപാട് പ്രിയ എന്ത് ചെയ്തു പറയാ, ഞാനൊന്ന് കാര്യം കാണിച്ചാൽ കേരമലാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരമലാക്കി കുറച്ച് കേരമലും ബട്ടർ അതിലിട്ടിട്ട് പ്രിയ അങ്ങനെ ഇട്ടിട്ട് അത് ആക്കി വെച്ചു. ഒന്ന് അങ്ങനെ അല്ലാണ്ട് ബാക്കി അത് കുറച്ച് കഴിയുമ്പോ മണിക്കൂട്ടിനും മേതൂട്ടിയും ഒരു പ്ലേറ്റ് കുറച്ചെടുത്തോണ്ട് പോയി കാരമല് നമ്മൾ കുറച്ച് അടിച്ച് തീർത്തു. പിന്നെ ബാക്കി എന്നിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാനത് സഞ്ചി കെട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ 3-4 മണിക്കൂർ. ഇപ്പൊ ചോദിക്കുമ്പോ പറഞ്ഞത് ശ്രീനാട്ടിന്റെ അടുത്ത് കഴിച്ചു. ഒന്നുമില്ല. എന്നിട്ട് ഇനിയിപ്പൊ ഞാൻ ആടുന്ന് മേടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ആക്കിയത്. അത് തീർത്തു കേട്ടോ. അത് തീർത്തു. 50 രൂപയ്ക്ക് മേടിച്ച്. അതുകൊണ്ട് ഇനിയൊന്നും എല്ലാവർക്കും വിശപ്പടങ്ങി വയറ് നിറഞ്ഞു. ഇനി ഒരു സാധനം മേടിച്ചില്ല. വെള്ളം എടുത്തിനി. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ വാങ്ങിക്കാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാരും ചോറെല്ലാം കഴിച്ചു വന്ന ഒരു സാധനം എല്ലാരും വേണമെങ്കിൽ ഉറങ്ങിക്കോ. വേണം അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഉറങ്ങിക്കോ. ഉറങ്ങുന്നവർക്കെല്ലാം ഉറങ്ങാം, എല്ലാം ചെയ്യാം. ഇത് ശാന്തിയാണ്. ഇത് വേറെ തിയേറ്റർ. എന്റെ കൈ നല്ല വേദനയുണ്ട്. ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ മാറ്റിക്കോ. തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അതാ സിനിമ എത്ര മിനിറ്റ് നോക്കി. 1 ലക്ഷം ഉണ്ടാവും. 1 ലക്ഷം. 1 ലക്ഷം. ആ ടിവിക്കില്ലേ 1 ലക്ഷം പൈസ ഉണ്ടോ? അതെയാ? അപ്പം ഈ സ്ക്രീൻ 1 ലക്ഷം ഉണ്ടാവുന്ന പറയുന്നത്. ടിക്കറ്റ് എടുക്കുന്നതിന് നോക്കണ്ടേ, ഫ്രണ്ട് സീറ്റ് ഇങ്ങനെ നോക്കണം. അല്ല, ഇത് ശരിക്കും പറയുന്നത് 2K ആണ്. അടുത്തേ ഇല്ലോ അല്ലേ? അത്ര സീറ്റ് ബാക്കി ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത ആളടിയുണ്ട്. ഞാനറിയില്ല, ഓന് വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തത് അത്. അല്ല, ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ ബുക്കിംഗ് മൈ ഷോയിൽ കാണുന്നത് കുറേ വലിയ തിയേറ്ററിൻ്റെ സീറ്റ്സും ബാക്കിൽ വന്ന് കാണുന്നു. ഇതാ വന്ന് നോക്കുമ്പോൾ സിനിമ വിളിക്കുന്നതാണ്. വേറെ ആളെയോ സീറ്റിൽ കയറിയിരിക്കുന്നുണ്ട് ഒരാളെ. നമ്മൾ ആകെ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. 4 ആളായി ഇടാ. മേതൂട്ടി ആരതോതാ തൊട്ടപ്പുറത്തില്ലേ എല്ലാം കയറിയിരിക്കുന്നുണ്ടാ. ഇപ്പം ആള് വരും കേട്ടാ. അങ്ങനെ നമ്മൾ മൂവിയെല്ലാം കണ്ട് വീട്ടിലേക്ക് എത്തി. നമ്മൾ 2 ആളും ഉറങ്ങിയിട്ടുണ്ട്. മണിക്കൂറിനും മേതും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പടം? ഇപ്പൊ 1:30 ആയിട്ടാ. 1:30 പക്ഷെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. 2 ആളും ഉറങ്ങാണ്ട് സിനിമ മൊത്തം കണ്ടു. വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി പടം അല്ലേ? സിനിമ മോശമില്ല. നമ്മൾ അതന്നെ കണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് ബോറടിക്കും, ഉറക്കം വരും, അതൊന്നും മോശം കുഴപ്പമില്ല അല്ലേ? നല്ലൊരു കഥയും നല്ലൊരു സിനിമ. അതെ. അപ്പോൾ അത്ര മോശം പറയാനില്ല. അപ്പോൾ നല്ലൊരു മൂവിയാണ്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മക്കും ഇഷ്ടപ്പെട്ടു. ആരും അങ്ങനെ മോശം പറയുന്ന ഒരു സിനിമയല്ല അല്ലേ? അങ്ങനെ പൊട്ടാന്ന് പറയാനില്ല. നമുക്ക് കണ്ടിരിക്കാന്നില്ല പറ്റിയൊരു മൂവിയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലേ ഇങ്ങനെ ഒരു സിനിമ കണ്ടത്.